Hi all, welcome to Veranda Malayalam YouTube channel. എൻ്റെ പേര് അർച്ചന. നമ്മൾ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസിൻ്റെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് PSC ബാങ്ക് SSC എക്സാംസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക. ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇഡിയംസ് ആൻഡ് ഫ്രേസസിൻ്റെ തന്നെ മീനിങ്സ് വെച്ചിട്ട് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. സെൻറ്റൻസിൽ എന്താ വരുന്നത്? മീനിങ് ആണ് തന്നിരിക്കുന്നത്. ഒരു മീനിങ്, പർട്ടിക്കുലർ മീനിങ് ആണ് ഇറ്റാലിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇഡിയം ഏതാണ് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയാണ്? ഇഡിയം തരുന്നു, അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ മീനിങ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു അല്ലേ? ഇനിയിപ്പോൾ ഇന്ന് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മീനിങ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇഡിയം ഏതാണ് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഹി വാസ് സാക്ഡ് ഫ്രം ഹിസ് ജോബ് ബിക്കോസ് ഓഫ് എ ഗ്രേവ് എറർ ഓൺ ഹിസ് പാർട്ട്. എന്താണ്? ഓക്കെ, ഗ്രേവ് എറർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇഡിയം. ഇഡിയം അല്ല, സോറി, മീനിങ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇഡിയമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, മൈൻഡിങ് വൺസ് പീസ് ആൻഡ് ക്യൂസ്, പിക്കിംഗ് ഹോൾസ് ഇൻ വൺസ് കോട്ട്, ഹിമാലയൻ ബ്ലണ്ടർ. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 4 ഇഡിയംസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കറക്റ്റായിട്ട് വരുന്നത് ഗ്രേവ് എറർ എന്ന് പറയുന്ന മീനിങ് വരുന്ന ഇഡിയമാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഏതാണ് ഇവിടെ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഹിമാലയൻ ബ്ലണ്ടർ ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഹി വാസ് സാക്ഡ് ഫ്രം ഹിസ് ജോബ് ബിക്കോസ് ഓഫ് എ ഗ്രേവ് എറർ ഓൺ ഹിസ് പാർട്ട് എന്നാണ് പറയുന്നത്. അതായത് അയാൾ ചെയ്ത ഒരു തെറ്റ് കാരണം അയാൾ എന്ത് ചെയ്യാണ്? ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് വരുന്നത്? ഗ്രേവ് എറർ എന്ന് പറഞ്ഞാൽ ഏത് ഇഡിയമിൻ്റെ മീനിങ് ആണ് വരുന്നത്? ഹിമാലയൻ ബ്ലണ്ടർ. ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറയുന്ന ഇഡിയമിൻ്റെ മീനിങ് ആണ് എന്ത്? ഗ്രേവ് എറർ. ഓക്കെ അല്ലേ? ഗ്രേവ് എറർ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ബ്ലണ്ടർ ആണ് ഇഡിയം വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്തായിരുന്നു? റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് അല്ലേ? റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്ന് നോക്കാം. മീനിങ് എന്താണ്? ടു റെയിൻ വെരി ഹെവിലി. ടു റെയിൻ വെരി ഹെവിലി. നന്നായിട്ട് മഴ പെയ്യുന്നു, ഭയങ്കര മഴയാണ് എന്ന് നമ്മൾ പറയില്ലേ? അതിനെയാണ് എന്ത് പറയുന്നത്? റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ അല്ലേ? റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു റെയിൻ വെരി ഹെവിലി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് യുവർ അംബ്രല, ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഔട്ട് ദെയർ. എന്താണ് പറയുന്നത്? പോകുമ്പോൾ അംബ്രല എടുക്കാൻ മറക്കരുത്, കുട എടുക്കാൻ മറക്കരുത്, അവിടെ ഭയങ്കര മഴയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു റെയിൻ വെരി ഹെവിലി. നന്നായിട്ട് മഴ പെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ഇഡിയം എന്താണ്? മൈൻഡിങ് വൺസ് പീസ് ആൻഡ് ക്യൂസ്. എന്താണ്? മൈൻഡിങ് വൺസ് പീസ് ആൻഡ് ക്യൂസ്. എന്താണ് മീനിങ് വരുന്നത്? ടു മേക്ക് ആൻ എഫേർട്ട് ടു ബി എസ്പെഷ്യലി പൊളൈറ്റ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ഇച്ചിരി കൂടുതലായിട്ട് പൊളൈറ്റ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് പറയുന്നത് മൈൻഡിങ് വൺസ് പീസ് ആൻഡ് ക്യൂസ്. എന്താണ് മൈൻഡിങ് വൺസ് പീസ് ആൻഡ് ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു മേക്ക് ആൻ എഫേർട്ട് ടു ബി എസ്പെഷ്യലി പൊളൈറ്റ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ് എക്സാമ്പിൾ പറയുന്നത്? ഐ ഹാവ് ടു മൈൻഡ് മൈ പീസ് ആൻഡ് ക്യൂസ് വെൻ ഐ ആം വിത്ത് മൈ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടാണ്. എന്തിനാ? പൊളൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈൻഡിങ് വൺസ് പീസ് ആൻഡ് ക്യൂസ്. മൈൻഡിങ് വൺസ് പീസ് ആൻഡ് ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടണം, എസ്പെഷ്യലി പൊളൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ കൂടുതൽ പൊളൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടിനാണ് എന്ത് പറയുന്നത്? മൈൻഡിങ് വൺസ് പീസ് ആൻഡ് ക്യൂസ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 2 എണ്ണം പഠിച്ചു. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് പഠിച്ചു, മൈൻഡിങ് വൺസ് പീസ് ആൻഡ് ക്യൂസും പഠിച്ചു. ക്ലിയർ ആണല്ലോ? അടുത്ത എന്താ പറയുന്നത്? പിക്കിംഗ് ഹോൾസ് ഇൻ വൺസ് കോട്ട്.
പിക്കിംഗ് ഹോൾസ് ഇൻ വൺസ് കോട്ട്. എന്താണ് പറയുന്നത്? ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഓർ നോട്ട് കറക്റ്റ്. എന്താണ്? എന്ത് കാണിച്ചാലും അത് ശരിയല്ല അല്ലെങ്കിൽ കറക്റ്റ് അല്ല എന്ന് പറയുന്നതാണ് പിക്കിംഗ് ഹോൾസ് ഇൻ വൺസ് കോട്ട് എന്ന് പറയുന്നത്. എന്ത് കാണിച്ചാലും അതിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുക, എന്താണ് അതല്ല തെറ്റാണ് അല്ലെങ്കിൽ കറക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പിക്കിംഗ് ഹോൾസ് ഇൻ വൺസ് കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദേ പിക്ക് ഹോൾസ് ഇൻ എവറിത്തിങ് ഐ സജസ്റ്റഡ്. ഞാൻ സജസ്റ്റ് ചെയ്ത എല്ലാ കാര്യത്തിലും അവർ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റാണെന്ന് കാണിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അതാണ് പറയുന്നത് പിക്കിംഗ് ഹോൾസ് ഇൻ വൺസ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഓർ നോട്ട് കറക്റ്റ്. ഒന്നുകിൽ നല്ലതല്ല അല്ലെങ്കിൽ കറക്റ്റ് അല്ല എന്ന രീതിയിൽ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? പിക്കിംഗ് ഹോൾസ് ഇൻ വൺസ് കോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? I have been a vegetarian for a very long time. എന്താണ്? I have been a vegetarian for a very long time. നോക്കാം, ഓപ്ഷൻസ് നോക്കിയേ. donkey's ears, duck in the thunderstorm, പിന്നെന്താ? die in harness, Damocles sword. ഇത്ര 4 ഓപ്ഷൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എന്താ? I have been a vegetarian for a very long time. For a very long time എന്ന് പറയുന്നത്, a very long time എന്ന് പറഞ്ഞാൽ ഏതാണ് ഇഡിയം വരുന്നത്? donkey's ears. donkey's ears എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? a very long time. ഒരുപാട് കൂടുതൽ നാളെടുക്കുന്നത്, ഒരുപാട് ലോങ് ടൈമിനാണ് എന്ത് പറയുന്നത്? donkey's ears എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ആദ്യത്തെ എന്താണ്? duck in the thunderstorm. എന്താണ്? duck in the thunderstorm. എന്താണ്? looking hopelessly sad and dejected. ഒരു ഹോപ്പും ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡക്ക് ഇൻ ദി തണ്ടർസ്റ്റോം. ഓക്കെ അല്ലേ? ഡക്ക് ഇൻ ദി തണ്ടർസ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്കിംഗ് ഹോപ്പ്ലെസ്ലി സാഡ് ആൻഡ് ഡിജക്റ്റഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡിജക്റ്റ് എന്ന് പറഞ്ഞാലും സാഡ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് വരുന്നത്. ലുക്കിംഗ് ഹോപ്പ്ലെസ്ലി സാഡ് ആൻഡ് ഡിജക്റ്റഡ് ആണ് ഡക്ക് ഇൻ ദി തണ്ടർസ്റ്റോം. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ദ ടീം ഫെൽറ്റ് ലൈക്ക് എ ഡൈയിങ് ഡക്ക് ഇൻ ദ തണ്ടർസ്റ്റോം ആഫ്റ്റർ ദേ ലോസ്റ്റ് ദ മാച്ച്. എന്താണ്? മാച്ചിൽ തോറ്റുപോയപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി എന്ന് പറയുന്നതാണ്. അത് ഏത് ഇഡിയം വെച്ചിട്ടാണ് പറയുന്നത്? ഡക്ക് ഇൻ ദി തണ്ടർസ്റ്റോം. ഡക്ക് ഇൻ ദി തണ്ടർസ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലുക്കിംഗ് ഹോപ്പ്ലെസ്ലി സാഡ് ആൻഡ് ഡിജക്റ്റഡ്. ലുക്കിംഗ് ഹോപ്പ്ലെസ്ലി സാഡ് ആൻഡ് ഡിജക്റ്റഡ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തൊന്ന് നോക്കാം. ഡൈ ഇൻ ഹാർനസ്. ഡൈ ഇൻ ഹാർനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യമാണ്, മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം കൂടിയാണ് ഡൈ ഇൻ ഹാർനസ്. ഓക്കെ അല്ലേ? ഡൈ ഇൻ ഹാർനസ് പഠിച്ചു വയ്ക്കുക. ടു ഡൈ വൈൽ സ്റ്റിൽ വർക്കിംഗ് ഓർ ആക്റ്റീവ്. ടു ഡൈ വൈൽ സ്റ്റിൽ വർക്കിംഗ് ഓർ ആക്റ്റീവ്. വർക്കിംഗ് ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ സ്റ്റിൽ ആക്റ്റീവ് ആയിട്ടിരുന്ന സമയത്ത് എന്താണ്? മരിച്ചു പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡൈ ഇൻ ഹാർനസ്. എക്സാമ്പിൾ നോക്കിയേ. മൈ ഗ്രാൻഡ് ഫാദർ വാസ് വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് ബ്രേവ് ആൻഡ് ഹി ഡൈഡ് ഇൻ ഹാർനസ്. എന്താണ്? എൻ്റെ ഗ്രാൻഡ് ഫാദർ എങ്ങനെയായിരുന്നു? ബ്രേവ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എന്നിട്ട് അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ്? ആക്റ്റീവ് ആയിരുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൈ ഇൻ ഹാർനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ഡൈ വൈൽ സ്റ്റിൽ വർക്കിംഗ് ഓർ ആക്റ്റീവ്. ഓക്കെ ആണല്ലോ? ഡൈ ഇൻ ഹാർനസ്. അപ്പോൾ ഡക്ക് ഇൻ ദ തണ്ടർസ്റ്റോം എന്തായിരുന്നു? ലുക്കിംഗ് ഹോപ്പ്ലെസ്ലി സാഡ് ആൻഡ് ഡിജക്റ്റഡ് ആയിരുന്നു. ഡൈ ഇൻ ഹാർനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡൈ വൈൽ സ്റ്റിൽ ആക്റ്റീവ് അല്ലെങ്കിൽ വർക്കിംഗ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഇനി പറയുന്നത് ഡാമോക്കിൾസ് സോർഡ് ആണ്. എന്താണ്? എ ഡേഞ്ചർ ഓർ ഡിസാസ്റ്റർ ദാറ്റ് കുഡ് ബി ഒക്കർ അറ്റ് എനി മൊമെന്റ്. അടുത്തൊരു മൊമെന്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഡേഞ്ചർ അല്ലെങ്കിൽ ഡിസാസ്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാമോക്കിൾസ് സോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ 3 ഓക്കെ ആണല്ലോ? ഡക്ക് ഇൻ ദി തണ്ടർസ്റ്റോം, ഡൈ ഇൻ ഹാർനസ്, ഡാമോക്കിൾസ് സോർഡ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The announcement of the new tourism policy of the government has made some people excited or interested. എന്താണ്?
ക്വസ്റ്റ്യൻ എന്താണ്? ദ അനൗൺസ്മെന്റ് ഓഫ് ദ ന്യൂ ടൂറിസം പോളിസി ഓഫ് ദ ഗവൺമെന്റ് ഹാസ് മെയ്ഡ് സം പീപ്പിൾ എക്സൈറ്റഡ് ഓർ ഇൻട്രസ്റ്റഡ്. ഗവൺമെന്റ് ഇറക്കിയ പുതിയ ടൂറിസം പോളിസി അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് കേട്ടപ്പോൾ തന്നെ എന്താണ്, ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സൈറ്റഡ് ഓർ ഇൻട്രസ്റ്റഡ് എന്ന മീനിങ് വരുന്ന ഇഡിയം ഏതാണ്? ക്വിക്കൻ ദ പൾസ്. ക്വിക്കൻ ദ പൾസ് എന്ന് പറയുന്നതാണ് എക്സൈറ്റഡ് ഓർ ഇൻട്രസ്റ്റഡ്. എന്താണ് ക്വിക്കൻ ദ പൾസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? എക്സൈറ്റഡ് ഓർ ഇൻട്രസ്റ്റഡ്. ക്ലിയർ അല്ലേ? ക്വിക്കൻ ദ പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സൈറ്റഡ് ഓർ ഇൻട്രസ്റ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇഡിയംസ് നോക്കാം. എന്താണ് പറയുന്നത്? പുൾ ഔട്ട് ഓൾ ദ സ്റ്റോപ്സ്. ആദ്യത്തെ എന്താണ്? പുൾ ഔട്ട് ഓൾ ദ സ്റ്റോപ്സ്. മേക്ക് എ വെരി ഗ്രേറ്റ് എഫേർട്ട് ടു അച്ചീവ് സംതിങ്. എന്താണ്? എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഒരു എഫേർട്ട് ഇടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പുൾ ഔട്ട് ഓൾ ദി സ്റ്റോപ്സ്. പുൾ ഔട്ട് ഓൾ ദ സ്റ്റോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് എ വെരി ഗ്രേറ്റ് എഫേർട്ട് ടു അച്ചീവ് സംതിങ്. ക്ലിയർ അല്ലേ? അതിന് എക്സാമ്പിൾ നോക്കിയേ. വി പുൾഡ് ഔട്ട് ഓൾ ദ സ്റ്റോപ്സ് ടു മീറ്റ് ദി ഡെഡ് ലൈൻ. എന്താണ്? വി പുൾഡ് ഔട്ട് ഓൾ ദ സ്റ്റോപ്സ് ടു മീറ്റ് ദി ഡെഡ് ലൈൻ. അല്ലേ? ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നല്ലൊരു എഫേർട്ട് എടുത്തു എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? പുൾ ഔട്ട് ഓൾ ദ സ്റ്റോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് എ വെരി ഗ്രേറ്റ് എഫേർട്ട് ടു അച്ചീവ് സംതിങ്. എന്തെങ്കിലും അച്ചീവ് ചെയ്യാനായിട്ട് നല്ലൊരു എഫേർട്ട് ഇടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പുൾ ഔട്ട് ഓൾ ദി സ്റ്റോപ്സ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ എന്താണ് പറയുന്നത്? റൺ അറൗണ്ട് ഇൻ സർക്കിൾസ്. റൺ അറൗണ്ട് ഇൻ സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കീപ് ഡൂയിങ് ഓർ ടോക്കിംഗ് അബൌട്ട് ദ സെയിം തിങ് വിത്തൗട്ട് അച്ചീവിങ് എനിത്തിങ്. അതായത് ഒരു ഫലവും ഇല്ല എന്നാലും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൺ അറൗണ്ട് ഇൻ സർക്കിൾസ് എന്ന് പറയുന്നത്. എന്താണ്? പ്രത്യേകിച്ചൊന്നും ഒരു അച്ചീവ്മെന്റും ഇല്ല എന്നാലും വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റൺ അറൗണ്ട് ഇൻ സർക്കിൾസ്. ഓക്കെ അല്ലേ? ദ ഡിസ്കഷൻ കെപ്റ്റ് ഗോയിങ് അറൗണ്ട് ഇൻ സർക്കിൾസ്. എന്താണ്? ഒരു ഫലവും ഇല്ല പക്ഷെ എന്താണ്? ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. റൺ അറൗണ്ട് ഇൻ സർക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കീപ് ഡൂയിങ് ഓർ ടോക്കിംഗ് അബൌട്ട് ദ സെയിം തിങ് വിത്തൗട്ട് അച്ചീവിങ് എനിത്തിങ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓക്കെ ആണല്ലോ? രണ്ടെണ്ണം പഠിച്ചു. പുൾ ഔട്ട് ഓൾ ദ സ്റ്റോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് എ വെരി ഗ്രേറ്റ് എഫേർട്ട് ടു അച്ചീവ് സംതിങ്. റൺ അറൗണ്ട് ഇൻ സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കീപ് ഡൂയിങ് ഓർ ടോക്കിംഗ് അബൌട്ട് ദ സെയിം തിങ് വിത്തൗട്ട് അച്ചീവിങ് എനിത്തിങ്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ നോക്കാം. റീച്ച് ഫോർ ദി മൂൺ. എന്താണ്? റീച്ച് ഫോർ ദി മൂൺ. ടു ട്രൈ ടു ഡു ഓർ ഗെറ്റ് സംതിങ് ദാറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഡു ഓർ ഗെറ്റ്. എന്താണ്? ഏതെങ്കിലും സാധനം കിട്ടാൻ പാടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് റീച്ച് ഫോർ ദി മൂൺ അല്ലേ? എന്താണ്? റീച്ച് ഫോർ ദി മൂൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ്? നമുക്ക് കിട്ടാൻ പ്രയാസമായിട്ടുള്ള ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? റീച്ച് ഫോർ ദി മൂൺ. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്? നമുക്ക് എക്സാമ്പിൾ നോക്കിയേ. My parents always taught me to reach for the moon when I was growing up. എന്താണ്? ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞത്? നമുക്ക് എന്താണോ നേടാൻ ബുദ്ധിമുട്ടുള്ളത് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ റീച്ച് ഫോർ ദ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ട്രൈ ടു ഡു ഓർ ഗെറ്റ് സംതിങ് ദാറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഡു ഓർ ഗെറ്റ്. എന്താണ്? നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് ഇടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രൈ ചെയ്യുന്നതിനാണ് റീച്ച് ഫോർ ദി മൂൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇഡിയം തന്നിട്ടുണ്ട്, അതിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത് അല്ലേ? എന്താണ്? സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൻ ഇഡിയം. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? ഇൻ ഹോട്ട് വാട്ടേഴ്സ്. ഇൻ ഹോട്ട് വാട്ടേഴ്സ് എന്തൊക്കെയാണ് ഓപ്ഷൻ നോക്കിയേ. ടു ബി ഇൻ ട്രബിൾ, ടു ഡിപ്പ് ഇൻ ഹോട്ട് വാട്ടർ, ടു ബി ഇൻ ദ ഹോട്ട് ക്ലൈമറ്റ്, ടു ഫീൽ റിലാക്സ്ഡ്. എന്തൊക്കെയാണ്? ടു ബി ട്രബിൾ, to dip in hot water, to be in a hot climate, to feel relaxed. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ഹോട്ട് വാട്ടേഴ്സ്. ഹോട്ട് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കിടക്കുന്നു എന്നാണോ? അല്ല. പിന്നെ എന്താണ്? ഹോട്ട് ക്ലൈമറ്റ് എന്നാണോ വരിക? അതും അല്ല. ഹോട്ട് വാട്ടറിൽ വീണിക്കുന്ന ആൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും അല്ല. പിന്നെ എന്തായിരിക്കും വരിക? ഹോട്ട് വാട്ടർ. ഇൻ ഹോട്ട് വാട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ബി ഇൻ ദ ട്രബിൾ. ഓക്കെ, ഒരാൾ ട്രബിളിലാവുമ്പോഴാണ് എന്ത് പറയുന്നത്?
ഇൻ ഹോട്ട് വാട്ടേഴ്സ്. ഓക്കെ അല്ലേ? ടു ബി ഇൻ ട്രബിൾ ആണ് മീനിങ്. ഇൻ ഹോട്ട് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബി ഇൻ ട്രബിൾ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ യങ് ബോയ് വാസ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ഹിസ് മൗത്ത്. ഓക്കെ അല്ലേ? അതിൽ ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ഹിസ് മൗത്ത് എന്ന് പറയുന്നതാണ് ഇഡിയം. അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കിയേ. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതുപോലൊരു മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. എന്താണ്? ഓപ്ഷൻസ് നോക്കിയേ. ബോൺ വിത്ത് എ സ്പൂൺ സ്റ്റക്ക് ഇൻ ഹിസ് മൗത്ത്, ബോൺ ടു റിച്ചസ് ആൻഡ് ലക്ഷറി, born with a spoon that was not of gold, born to not so rich parents. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് പറയുന്നത്. ഏതായിരിക്കും? ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ഹിസ് മൗത്ത് എന്നാണ് പറയുന്നത് അല്ലേ? മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച ആളെന്ന് പറയും അല്ലേ? പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് സിൽവർ സ്പൂൺ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത്രയും പണക്കാരനായിട്ടുള്ളതാണ് എന്നല്ലേ പറയാം മലയാളത്തിൽ. അപ്പോൾ എന്താണ്? ബോൺ ടു റിച്ചസ് ആൻഡ് ലക്ഷറി ആണ് പറയുന്നത്. ബോൺ ടു റിച്ചസ് ആൻഡ് ലക്ഷറി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ്? ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ഹിസ് മൗത്ത്. ഓക്കെ അല്ലേ? സിൽവർ സ്പൂൺ ആണ് ഇവിടെ പറയുന്നത്. ഇംഗ്ലീഷിലാവുമ്പോൾ സിൽവർ സ്പൂൺ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബോൺ ടു റിച്ചസ് ആൻഡ് ലക്ഷറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ഹിസ് മൗത്ത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്ലേ ഇറ്റ് ബൈ ഇയർ. എന്താണ്? പ്ലേ ഇറ്റ് ബൈ ഇയർ ആണ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? ടു ഡു സംതിങ് വിതൗട്ട് സ്പെഷ്യൽ പ്രിപ്പറേഷൻ, ടു പ്ലാൻ, ടു ലിസൺ കെയർഫുള്ളി, ടു ഇംപ്രൂവ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്നുകൂടെ നോക്കിക്കോ. പ്ലേ ഇറ്റ് ബൈ ഇയർ ആണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ടു ഡു സംതിങ് വിതൗട്ട് സ്പെഷ്യൽ പ്രിപ്പറേഷൻ, ടു പ്ലാൻ, ടു ലിസൺ കെയർഫുള്ളി, ടു ഇംപ്രൂവ്. ഓക്കെ അല്ലേ? ഇതിൻ്റെ ആൻസർ നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ കണ്ടുപിടിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വർക്കാണ്. നിങ്ങളിത് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. എന്താണ്? ലൂസ് യുവർ മാർബിൾസ്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലൂസ് യുവർ മാർബിൾസ്. എന്താണ് ഓപ്ഷൻസ് നോക്കിയേ. ടു ഗോ ഇൻസൈൻ, ടു ഹാൻഡിൽ സ്ട്രെസ്, ടു ലോവർ ഡൗൺ ആങ്കർ, ടു ബി പേഷ്യൻറ്റ്. ഓക്കെ അല്ലേ? ലൂസ് യുവർ മാർബിൾസ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുള്ള വർക്കാണ്. നിങ്ങൾ ഇത്രയും ഇഡിയംസ് പഠിച്ച ശേഷം ഈ 2 ഇഡിയം എന്താണെന്ന് കണ്ടുപിടിച്ച് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.